ഇവിടെ കാണോ കമ്പനിയാണ് ഫാക്ടറി നടന്നിട്ടുള്ള കേബിൾ വയർസ് ഓയിൽ പിന്നെ അത് പൊട്ടിപ്പോയി. അതിനുശേഷം നല്ല തിരക്കത്. ഇതൊക്കെ വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ഇന്ന് സൺഡേയും കൂടി അതാണ്. നമ്മുടെ പാരഗണിലേക്കുള്ള ഇത് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. യെസ്, അവസാനിച്ചിരിക്കുന്നു. പിന്നെ പ്ലെയിൻ കഴിക്കാം. പക്ഷെ ഈ പാരഗണിൽ എപ്പോഴും തിരക്കുണ്ടാവും. കാരണം കോഴിക്കോടിന്റെ ആ ഒരു ഇത് കാരണം ഇവിടെയും തിരക്കുണ്ടാവും. കോഴിക്കോട് നമ്മളൊന്ന് പോയപ്പോ ഈ നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുവച്ചല്ലേ, അത് ഭയങ്കര ഫേമസ് അല്ലേ, അതുകൊണ്ട് ഇവിടെയും വെയിറ്റിംഗ് ആണല്ലോ. അവിടെ ഉണ്ടല്ലോ വെയിറ്റിംഗ്. അതെ, ആ ഒരു തന്നെ ഇവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പൊ പിന്നെ അതല്ല, ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ വെക്കേഷൻ സമയവും കാര്യങ്ങളൊക്കെ ആകുമ്പോ പറയാൻ വേണ്ട. എന്ത് അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേരെ എവിടെ പോവാം? മല്ലുദാബ അപ്പുറത്തെ സൈഡല്ലേ കണ്ടത്? അപ്പുറത്തെ സൈഡിലെ മല്ലുദാബ. കയറാൻ ബുദ്ധിമുട്ടാണ്. അവിടെ പോയിട്ട് അങ്ങനെ പോവാം. അപ്പോ ചാലക്കുടി പോകണം, പാലത്തിനടി പോകണം. അപ്പോൾ ഞങ്ങളിവിടെ ക്ലേ ഹൗസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. വെറുതെ രാത്രി ഒരു ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചു. കുറേ ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് പാരഗൺ നല്ല തിരക്ക്. പിന്നെ ഇപ്പോൾ ക്ലേ ഹൗസിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണ്, ഓപ്പൺ ആണോ എന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ വിടും പാരഡൈസിലേക്ക്, ചാലക്കുടി. അന്ന് വന്നപ്പോ ഞങ്ങൾ അവിടെയാ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോ എവിടേക്കാ റെസ്റ്റോറന്റ്? കുഴപ്പമില്ല, പിന്നെ റെസ്റ്റോറന്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ ഇതാക്കണം? അപ്പൊ ഞാൻ ആദ്യമായിട്ടാ അമ്മ സെക്കൻഡ് ചേട്ടനും സെക്കൻഡ് ടൈം തന്നെ. ചേട്ടന് ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഫസ്റ്റ് നാനോ കാർ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണിത്. അന്നിത് തുടങ്ങിയിട്ടുള്ള സമയമായിരുന്നു. ഇപ്പോൾ ഇത്രയും വർഷമായി. ഇപ്പം അജുവിന് അന്ന് 3 വയസ്സ്. അജുവിന് അന്ന് 3 വയസ്സായിരുന്നു. ഇപ്പോൾ അവന് 14 വയസ്സായി. സോ ഇപ്പോഴാണ് അന്ന് വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്.
ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു സീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇറ്റ്സ് നൈസ് നൈസ് നൈസ്. ഇത് ഡ്രാഗൺ ചിക്കൻ അല്ല ഗൈസ്, ഇത് മഷ്റൂം ആണ്, ചില്ലി മഷ്റൂം. ഡ്രാഗൺ ചിക്കൻ അല്ല, അവരൊന്നും പറഞ്ഞില്ല. ആരും ഒന്നും പറഞ്ഞില്ല. ആരും വെക്കാനുള്ള സ്പേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡ്രാഗൺ ചിക്കൻ, ഇത് ചില്ലി മഷ്റൂം, ഡ്രാഗൺ ചിക്കൻ. നമ്മളിവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. എനിക്കെൻ്റെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ വ്ളോഗ് ഇവിടെ ഉണ്ടാവാണ്. പക്ഷെ നമുക്ക് തമ്മേൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. പിന്നെ അമ്മയാണ് മറ്റേ ഇത് ചെയ്യണം. So guys, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കണ്ടോ ബാർ. ഐസ്ക്രീമിന്റെ വീഡിയോ കഴിക്കുന്ന വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. ബാർ എന്താ? അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. സോ വി ആർ ഗോയിങ് ടു ഹോം. ഇപ്പോൾ രാത്രി എത്ര മണി? 10:45. ക്ലോസ്ഡാ? ഓക്കെ, അത് ക്ലോസ്ഡാ. ഞങ്ങൾ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. വി ആർ ഗോയിങ് ടു ഹോം. സീ ദിസ് ഇസ് ഇവിടെയാണ് ബാർ, ഇവിടെ റെസ്റ്റോറൻറ്റ് ആൻഡ് അവിടെ റിസപ്ഷൻ ഏരിയ ആൻഡ് ഇവിടെ താമസ സ്ഥലം, അങ്ങനെ താമസിക്കാൻ അക്കോമഡേഷൻ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ. So guys, I want to show you something. Did you? നമ്മളിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് കാണാം. So guys, അപ്പോൾ ഇതാണ് നമ്മൾ വന്ന് റെസ്റ്റോറൻറ്റ്. ദിസ് ഇസ് നൈസ് പ്ലേസ്. ഓക്കെ, എവിടെ കൊരട്ടിയല്ലേ? ചാലക്കുടി ചാലക്കുടി കൊരട്ടി ഇടയിൽ ആയിട്ടാണ് ഇത് വരുന്നത്. ടോണിക് കഫേയുടെ ഒക്കെ മുന്നായിട്ടാണ് വരിക. നമ്മൾ എറണാകുളത്തേക്ക് പോണ വഴിക്ക് ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് ടോണിക് കഫേ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിനി ഇത് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി നൈറ്റ് ഡ്രൈവ് ആൻഡ് ഡിന്നർ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം. സോ മറക്കാതെ നിങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ ഈ ക്ലേ ഹൗസിലൊന്ന് ജസ്റ്റ് വന്ന് നോക്കുക, അടിപൊളിയാണ്. സോ ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ബാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചത് ബാറിൽ ആ ഒരു ഇതിലാണ്, റെസ്റ്റോറൻറ്റിലല്ല കഴിച്ചത്. അവിടെ നമുക്ക് ഫാമിലിക്കും ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. ഇറ്റ്സ് നൈസ് ആംബിയൻസ്, നൈസ് ഫുഡ്, നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും
ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദെൻ അപ്പം വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.